ആകാശവാണി. വേട്ടക്കാർ വന്നെത്തും മുമ്പേ നാടകം. നാടകരചന എ. ശാന്തകുമാർ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ: ചേമഞ്ചേരി നാരായണൻ നായർ, ഇ. കെ. പത്മനാഭൻ, രാജൻ ആദവനാട്, ടി. പുരുഷു, സാലി സെബാസ്റ്റ്യൻ, ജയമ്മ കുര്യൻ, ആർ. എം. വത്സല. സംവിധാനം വി. ചന്ദ്രബാബു. ആരായി നട്ടപ്പാതിരിക്ക് ശല്യം? ഉറങ്ങാനും സമ്മതിക്കില്ല. ഒരു ഫിനാൻസ് കമ്പനിക്കാരന്റെ ഗതികേട്. ആരാ? ഞാനാണ് പുരുഷോത്തമ, കുമാരൻ മാഷ്. ആ, എന്താ കുമാരൻ മാഷ് രാത്രിയില്? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം. ഉണ്ട്, പക്ഷേ പുരുഷോത്തമ, ഒരവധി കൂടി. മാഷേ, എനിക്കിനി കാത്തിരിക്കാൻ വയ്യ. എന്നെ പഠിപ്പിച്ച മാഷല്ലേ എന്ന് കരുതിയാണ് 3 മാസം ഞാൻ ക്ഷമിച്ചത്. അതെ, അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണം. 1 മാസം. അതിനിടയ്ക്ക് കാശ് ഞാൻ തന്നിരിക്കും, പലിശ സഹിതം. മാഷേ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവന് സെന്റിമെന്റ്സ് പാടില്ലല്ലോ. മാഷുടെ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി തന്നിട്ടാണ് ഞാൻ 1 ലക്ഷം രൂപ കടന്നത്. അതെനിക്ക് ഈടാക്കാതെ പറ്റില്ല. എല്ലാം ശരിയാണ്. എന്റെ മോള് ജയശ്രീയുടെ കല്യാണത്തിന് വാങ്ങിയ കടം. കല്യാണം മാനമായി നടന്നു. എന്റെ കടം ബാക്കി. ഇനിയുമുണ്ടല്ലോ ഒരു മോള് കൂടി, ജയന്തി. അവളുടെ കല്യാണത്തിന് വേണ്ടി വരുമല്ലോ കടം. അതുകൊണ്ട് ഈ പണം വേഗം തന്നു തീർക്ക്. പുരുഷോത്തമ, കടം ഞാൻ വീട്ടും. എനിക്കൊരു മാസം കൂടി അവധി തരണം. മാഷേ, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. റിട്ടയർഡായി തുച്ഛമായ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന മാഷ് എങ്ങനെയാ എന്റെ കടം തന്നു തീർക്കുക? കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് നേരം പുലരുമ്പോൾ മാഷുടെ വീടും പറമ്പും ഞാൻ എന്റേതാക്കാൻ പോകുന്നത്. എല്ലാം ഞാൻ അറിഞ്ഞു. ഇന്ന് നേരം പുലരുമ്പോ നീ എന്നെയും കുടുംബത്തെയും എന്റെ വീട്ടിൽ നിന്ന്, എന്റെ മണ്ണിൽ നിന്ന് ഇറക്കി വിടും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നീ നടത്തിയെന്നറിഞ്ഞു. ഈ കടുങ്കൈ എന്നോട് വേണോ പുരുഷോത്തമ? മാഷേ, വേട്ടക്കാരന് വേട്ടക്കാരന്റെ പക്ഷമാണ് ശരി. ഇരകളെ പറ്റി അവൻ ചിന്തിക്കാറില്ല. സ്വന്തം ശിഷ്യൻ തന്നെ ഗുരുനാഥന്റെ വേട്ടക്കാരനാവുക അല്ലേ പുരുഷോത്തമ? മാഷേ, ഞാൻ പറഞ്ഞില്ലേ പലിശക്കാരന് സെന്റിമെന്റ്സ് ഉണ്ടാവില്ലെന്ന്. ചെയ്യുന്ന തൊഴിലിനോട് നീതി കാണിക്കണമെന്ന് മാഷ് തന്നെയല്ലേ പഠിപ്പിച്ചത്? ഇതാണ് എന്റെ തൊഴിൽ. സഹജീവികളോട് ദയ കാണിക്കണമെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. മാഷി നട്ടപ്പാതിരിക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക്. സ്വന്തം വീട്ടിലെ അവസാനത്തെ അന്തിയുറക്കം അതെങ്കിലും നഷ്ടപ്പെടുത്തണ്ടേ? സ്വന്തം വീട് നാളെ അന്യാധീനമാകുമെന്നറിയുമ്പോ എങ്ങനെയാ എനിക്ക് ഉറങ്ങാൻ കഴിയാം? കടങ്ങൾ ഇരുട്ടടി പോലെ വന്ന് തലകൾ തകർക്കുമ്പോ എങ്ങനെയാ എനിക്ക് ഉറങ്ങാൻ കഴിയാം? ആസ്തുമയിൽ വലയുന്ന ഭാര്യ കമല, പുരനിറഞ്ഞു നിൽക്കുന്ന ഇളയമോള് ജയന്തി, ഇവരെയും കൊണ്ട് നാളെ ഈ വയസ്സിനെ എങ്ങോട്ട് ഇറങ്ങി പോകും? സങ്കടങ്ങൾ കേൾക്കാനുള്ള നേരമല്ലിത്. എനിക്കുറങ്ങണം. മാഷ് പോവൂ. മുതലും പലിശയുമടക്കം മാഷെനിക്ക് തരാനുള്ള 1 ലക്ഷം രൂപ. അത് മാഷിന് നാളെ തരാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ നടക്കും. എനിക്ക് മുമ്പിൽ എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടുകയാണല്ലോ ദൈവമേ. പ്രിയപ്പെട്ട എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. ആരും ഈ വയസ്സന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? കടത്തിൽ മുങ്ങിത്താഴുന്നവരെ രക്ഷിക്കാൻ ഒരു ദൈവത്തിനും ശക്തിയില്ലേ? ദൈവമേ, നേരം പുലരുമ്പോ എന്റെ കിടപ്പാടം പുരുഷോത്തമന്റേതാവും. മുതലും പലിശയും ചേർത്ത് അവൻ എന്റെ മണ്ണും പുരയും സ്വന്തമാക്കും. അതിനു മുമ്പ് എങ്ങനെയാണ് ഞാൻ അവന്റെ കടം വിട്ടുക? രാത്രിയുടെ ഈ അവസാന മണിക്കൂറുകളിൽ ഞാൻ എങ്ങനെയാണ് അവന് കൊടുക്കാനുള്ള പണം സ്വരൂപിക്കുക? ദൈവമേ, എവിടെയാണ് എന്റെ കണക്കുകൾ തെറ്റിയത്? കണക്കുകൾ തെറ്റിപ്പോയ കണക്കധ്യാപകൻ കുമാരൻ മാഷ്. കണക്കുകൾ തെറ്റുമ്പോൾ
എല്ലാവരും വട്ടപൂജ്യങ്ങളാവുന്നു, പരിഹാസ്യരാവുന്നു. തെറ്റിപ്പോയ ഹോംവർക്കുമായി എന്റെ മുമ്പിൽ പേടിച്ചു നിൽക്കാറുണ്ടായിരുന്ന പുരുഷോത്തമൻ ഇപ്പോൾ എത്ര പരിഹാസത്തോടെയാണ് എന്നെ കണക്കുകൾ പഠിപ്പിച്ചത്. മുതലും പലിശയും കൃത്യമായി കൂട്ടിയെടുത്ത് അവൻ എന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. ശൂന്യമായ ഈ പട്ടണത്തിലൂടെ ഈ പാതിരാക്കി അശാന്തമായി നടക്കാൻ എനിക്കൊട്ടും ഭയം തോന്നുന്നില്ലല്ലോ. സമയമിപ്പോൾ എത്രയായി കാണുമോ ആവോ? പുലരാൻ ഇനി എത്ര മണിക്കൂറുകൾ കൂടി ഉണ്ടാവും? ഓ, കമലയും മോള് ജയന്തിയും ഇപ്പോൾ എന്നെ കാത്തുറങ്ങാതെ കിടക്കാവും. കടം വീട്ടാനുള്ള പണവുമായി ഞാൻ ഇപ്പോഴെത്തുമെന്ന പ്രതീക്ഷയിൽ എന്റെ കാലച്ചയും കാതോർത്ത് അവർ ഉറങ്ങാതെ കാത്തിരിക്കാവും. പണം ശരിയായില്ല, കുടിയിറങ്ങാൻ ഒരുങ്ങിക്കോളൂ എന്ന് ഞാൻ എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എന്ന് പറയുക? ഈശ്വരാ, നാളെ എന്നെ ഭയപ്പെടുത്തുന്നല്ലോ. ഞാനും കുടുംബവും പടിയിറങ്ങേണ്ടി വരുന്ന ആ ദുരന്ത മുഹൂർത്തം രക്ഷപ്പെടാൻ എന്താണൊരു പോംവഴി? മോളെ ജയന്തി, നീ ഉറങ്ങിയോ? ഇല്ല, അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ. ടൗണിലേക്ക് പോയതല്ലേ, കാണേണ്ട ആളെ കണ്ടിട്ടുണ്ടാവില്ല. കാശും ശരിയായിട്ടുണ്ടാവില്ല. ഈ നട്ടപ്പാതിരയ്ക്ക് എവിടുന്ന് കിട്ടാനാ ഇത്രയധികം കാശ്? ജയശ്രീ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. കല്യാണ ബന്ധങ്ങൾ അവർ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജയേട്ടനോട് പറഞ്ഞ് അത് തിരികെ ചോദിച്ചാലോ? നീ എന്ത് വിട്ടിതാ പറയണത് ജയന്തി? കൊടുക്കാമെന്ന് പറഞ്ഞ ആഭരണത്തിൽ 1.5 പവൻ കുറഞ്ഞു പോയതിന് മുഖം കറുപ്പിച്ചിരിക്കുക ജയശ്രീയുടെ അമ്മ. പിന്നെ ആ തള്ള പറയുന്നതിലപ്പുറം ഒന്നും ജയം ചെയ്യില്ല. പിന്നെ ഈ കടം എങ്ങനെ തീർക്കും? ഈ കടം തീർത്താൽ തന്നെ പിന്നെയും വരുന്നില്ലേ കടം? നിന്റെ കല്യാണം. അമ്മ എന്നെ ശപിക്കണ്ട. നിന്നെയല്ല മോളെ അമ്മ ശപിക്കുന്നത്. 2 പെൺമക്കളെ പെറ്റുപോയ ഈ പാവം അമ്മയെ തന്നെയാണ്. ആര് പറഞ്ഞു പെൺമക്കളെ പ്രസവിക്കാൻ? തീർത്താൽ തീരാത്ത കടങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന പെൺമക്കളെ പ്രസവിക്കാൻ ആരാ പറഞ്ഞത്? പെൺമക്കൾ പ്രായമായി പുര നിറഞ്ഞു നിന്നാൽ ഭാരം, കല്യാണം കഴിഞ്ഞ് പടിയിറങ്ങി പോയാലും ഭാരം. ജയന്തി മോളെ, നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല, അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. നിന്റെ ജയശ്രീ ചേച്ചിയുടെ കല്യാണത്തിന് വന്ന കടം, നിന്റെ കല്യാണത്തിന് വരാൻ പോകുന്ന കടം, അങ്ങനെ ഓരോന്നാലോചിച്ച് അമ്മ പറഞ്ഞു പോയതാ. ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉള്ളവർക്ക് പെൺമക്കൾ എന്നും ഒരു പേക്കിരാവാണ്. ഞാൻ എവിടെയാ? പുരുഷോത്തമന്റെ വീട്ടിൽ നിന്നിറങ്ങി ഈ നഗരത്തിലെത്തിയത് ഓർമ്മയുണ്ട്. പിന്നെ എപ്പോഴാണ് ഞാൻ ഈ കടത്തിണ്ണയിൽ ഉറങ്ങിപ്പോയത്? സമയം ഇപ്പോൾ എത്രയായി കാണാവോ? ദൈവമേ, നേരം വെളുക്കാറായോ? ഈശ്വര, കമലയും ജയന്തിയും ഇപ്പോൾ എന്ത് ചെയ്യാവും? എന്നെ കാണാതെ പേടിച്ച്. അതൊന്നല്ലല്ലോ പ്രശ്നം. പുരുഷോത്തമന് കൊടുക്കാനുള്ള കാശുണ്ടാക്കണം. വീടും പറമ്പും അന്യാധീനപ്പെടാതെ കാത്തു രക്ഷിക്കണം. ഈശ്വരാ, പുരുഷോത്തമന് കൊടുക്കാനുള്ള പണത്തിന്റെ പാതിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. തൽക്കാലം രക്ഷപ്പെടാം. പക്ഷേ ഈ പാതിരാ നേരത്ത് ഞാൻ എന്താ ചെയ്യുക? കുമാരമാഷേ. ആരാ? ഞാനാ. മനസ്സിലായില്ല. പക്ഷേ എനിക്ക് പരിചയമുള്ള ശബ്ദമാണല്ലോ. ആരായാലും ആ ഇരുട്ടിൽ നിന്ന് മാറി എന്റെ അടുത്തേക്ക് വരൂ. ഞാനാണ് മാഷേ, ദിനേശൻ. ദിനേശൻ, വടക്കേ പറമ്പിലെ അപ്പുവിന്റെ മോൻ. 7Bയിൽ അവസാനത്തെ ബെഞ്ചിലിരിക്കാറുണ്ടായിരുന്ന ദിനേശൻ അതെ. നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ? ഞാൻ ഇങ്ങനെയൊക്കെയാണ് മാഷേ. രാത്രി അസമയം
ഇതൊക്കെ ഉണ്ടെങ്കിലേ എനിക്ക് എന്റെ ജോലി നടക്കും. മനസ്സിലായില്ല. അതൊക്കെ മനസ്സിലാക്കി തരാം. അല്ല, മാഷ് എന്താ ഈ അസമയത്ത് ഇങ്ങനെ? ദിനേശ, തെറ്റിപ്പോയ കണക്കുകൾ കൂട്ടിയെടുക്കാനാവാതെ വിതുമ്പിക്കരയുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഈ വയസ്സം മാഷിപ്പോ. മാഷേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും മനസ്സിലാവാത്തതേ മാഷ് പറയൂ. സ്കൂളിൽ മാഷ് പഠിപ്പിച്ച കണക്കുകൾ മനസ്സിലാവാതെ എന്റെ തല പെരുത്തതും മാഷിന്റെ അടിയേറ്റ് എന്റെ ഉള്ളംകൈ പൊള്ളിയതും ഒടുവിൽ മനസ്സിലാവാത്ത കണക്ക് പുസ്തകം വലിച്ചെറിഞ്ഞ് ഞാൻ പഠിത്തം നിർത്തിയതും. നിർത്ത്. കണക്കിൽ പിഴച്ചതുകൊണ്ടാണ് നീ ഞാനും നേരം കെട്ട നേരത്തെ ഈ തെരുവിൽ വെച്ച് കണ്ടുമുട്ടിയത് തന്നെ. കണക്ക് പിഴയ്ക്കുന്നവന്റെ ജീവിതവും പിഴയ്ക്കും ദിനേശ. മാഷ് എന്തൊക്കെയാ ഈ പറയണത്? ദിനേശ, ഉറപ്പുള്ളൊരു കയറ്, അല്ലെങ്കിൽ ആഴമുള്ളൊരു കിണറ്, അതുമല്ലെങ്കിൽ കുതിച്ചു പായുന്ന തീവണ്ടിച്ചക്രം, ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുക നിന്റെ കുമാരൻ മാഷ്. മാഷേ, എന്താ മാഷയുടെ പ്രശ്നം? നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? എങ്കിൽ പറയാം. നീ എന്റെ അടുത്തേക്കിരിക്കും. എന്റെ അടുത്തിരിക്കാൻ നിനക്ക് എന്താ ഒരു വിമ്മിഷ്ടം? നീ എന്നെ തുറിച്ചു നോക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല മാഷേ. മാഷ് പറയൂ. എനിക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്യാം. മാഷ് പറഞ്ഞോളൂ. കടം, അപമാനം, ഇത് രണ്ടും കൂട്ടിയപ്പോ ഈ കണക്ക് മാഷിന് കിട്ടുന്ന ഉത്തരം മരണമാണ്. മരണം മാത്രം. മാഷേ, മരണം ഒരു പരിഹാരമല്ല. എനിക്കറിയാം. പക്ഷേ ദിനേശ, ഞാൻ എന്താ ചെയ്യാ? കയത്തിൽ മുങ്ങിത്താഴുന്നവന് ഒരു വൈക്കോൽ തുരുമ്പ് പോലും വലുതാണ്. പക്ഷേ എത്തിപ്പിടിക്കാൻ ഒരു വൈക്കോൽ തുരുമ്പ് പോലും ഇല്ലാതെ ഞാൻ മുങ്ങിത്താഴുകയാണിപ്പോ. ഒടുങ്ങാത്ത കടത്തിന്റെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം? പറഞ്ഞു. നേരം പുലരുമ്പോൾ പുരുഷോത്തമന്റെ കടം വീട്ടണം. കിടപ്പാടം അന്യാധീനമാവുന്ന അപമാനത്തിൽ നിന്ന് മാഷിന് രക്ഷപ്പെടണം, അല്ലേ? അതെ. എന്താണൊരു പൂമ്പഴി? നീ എന്തോ മനസ്സിൽ കണ്ട പോലെ സംസാരിക്കുന്നല്ലോ. കണക്കിലെ സൂത്രവാക്യങ്ങളൊന്നും പിടികിട്ടാതെ തലതല്ലി ഞാൻ സ്കൂളിന്റെ പടി ഇറങ്ങിയപ്പോ, പിന്നെ ജീവിതത്തിന്റെ എല്ലാ പരീക്ഷകളിലും ഞാൻ തോറ്റപ്പോ, ജീവിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയൊരു സൂത്രവാക്യം മോഷണം. മോഷണം തെറ്റാണെന്നറിഞ്ഞിട്ടും ഞാനത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതെ മാഷേ, ഞാനൊരു മോഷ്ടാവാണ്. ഈ നഗരത്തിലെ കുപ്രസിദ്ധനായ കള്ളനാണ് ഞാൻ. എന്റെ ഈശ്വരാ! മാഷ് എന്താ തുറച്ചു നോക്കുന്നത്? ഞാൻ ഒരു കള്ളനാണെന്നറിഞ്ഞപ്പോ അമ്പരന്ന് പോയി, അല്ലേ? സ്വന്തം ശിഷ്യൻ ഒരു കള്ളനായി പോയെന്നറിയുമ്പോ ഏത് ഗുരുനാഥനാണ് അമ്പരക്കാത്തത്? ഞാൻ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം കള്ളമായിരുന്നോ ദിനേശ? പഠിച്ച പാഠങ്ങൾക്കെല്ലാം അപ്പുറത്താണോ ജീവിതം? ആവോ, എനിക്കറിയില്ല മാഷേ. അതൊന്നും ചിന്തിക്കാൻ എനിക്ക് നേരവുമില്ല. അതെ, എനിക്കുമില്ല നേരം. ഞാൻ എന്ത് ചെയ്യണം? സമയം 3 മണിയായി. 3 മണി? ഇനി പുലരാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം. അതിനു മുൻപ് പുരുഷോത്തമന് കൊടുക്കാനുള്ള പണം ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു പക്ഷെ സഹായിക്കാൻ പറ്റും. എങ്ങനെ? ഒരു പെരുങ്കള്ളൻ തന്റെ ഉറ്റവരെ സഹായിക്കുന്നത് പോലെ. നീ പറയുന്നത്? മോഷണം തന്നെ. ഈ വൈകിയ നേരത്ത് കുറെ പണം നാം മോഷ്ടിക്കുന്നു. മാഷയുടെ കടം വീട്ടുന്നു, അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്ത്? അന്യന്റെ മുതൽ മോഷ്ടിച്ചുകൊണ്ട് ഞാൻ എന്തിനാണ് എന്റെ കടം വീട്ടുന്നത്? വേണ്ട, മഹാപാപമാണ്. പാപത്തിന്റെ ശമ്പളം മഹാദുരന്തങ്ങളാണ്. ഗതികേട് കണ്ട് ചോദിക്കാം, ഈ കുമാരൻ മാഷ് ആരാന്റെ മുതൽ മോഷ്ടിക്കാതെ തന്നെ നിനക്കെന്നെ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ ചിരിക്കാതിരിക്കും മാഷേ? പെരുങ്കടത്തിൽ നിന്നും മാഷിനെ രക്ഷിക്കാൻ ഈ പെരുങ്കള്ളന്റെ കയ്യിൽ ഒറ്റ സൂത്രവാക്യമേ ഉള്ളൂ: മോഷണം. എനിക്കൊന്നും അറിയില്ല ഈശ്വരാ. നാളെ അന്യാധീനമാവുന്ന എന്റെ മണ്ണും പുരയും, അനാഥമാകുന്ന എന്റെ കുടുംബം. തീപിടിച്ച കപ്പലിലെ യാത്രക്കാരനാണ് ഞാൻ. തീയിൽ വെന്ത് മരിക്കണോ, കടലിൽ മുങ്ങി മരിക്കണോ? എന്റെ മുമ്പിൽ ഈ ചോദ്യമേ ഉള്ളൂ ദിനേശ. കടങ്കഥ പോലെ സങ്കടം പറയാനുള്ള നേരമല്ല ഇത്. തീരുമാനമെടുക്കാനുള്ള സമയമാണ്. അല്ല, മാഷ്
മാഷ് എന്നെ എങ്ങോട്ടായി കൂട്ടിക്കൊണ്ടുപോകുന്നത്? വാ വാ പറയാം, എന്റെ പിന്നാലെ നടന്നാ മതി. ഈ വഴിയിൽ പോലീസ് പട്രോളിംഗ് ഉണ്ടാവാറുണ്ട്. ധൈര്യമായി നടക്ക. ദൈവാധീനം കൊണ്ട് ഒരു പോലീസും നമ്മെ കാണില്ല. മാഷേ, പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ് ഞാൻ. അതിന് ആൾപ്പെരുമാറ്റം ഇല്ലാത്ത വഴിയിലൂടെ പോകാൻ നമുക്ക് എങ്ങോട്ടാണെങ്കിലും. ഈ വഴിയിലൂടെ തന്നെ പോകണം, ഞാൻ ഉദ്ദേശിക്കുന്നിടത്തെത്താൻ. എവിടെയാണത്? ഇനിയും നടക്കണം. ഓ എന്റെ ഈശ്വര, നിനക്ക് ബോറടിക്കുന്നുണ്ടോ? ആ ഉണ്ട്. എങ്കിൽ ഞാനൊരു കടങ്കഥ പറയാം. കടത്തിൽ മുങ്ങിയവന്റെ കടങ്കഥ എനിക്ക് കേൾക്കണ്ട മാഷേ. നീ കേൾക്കണം. നിന്നെപ്പോലെ ഒരു പെരുങ്കള്ളന് മാത്രമേ ഈ കടങ്കഥയ്ക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയൂ. ഓ എന്നാ മാഷ് പറഞ്ഞു തൊലയ്ക്കേ. അതായത് നമ്മൾ നടന്നു പോകുന്ന ഈ ടാറിട്ട റോഡ് അവസാനിക്കുന്നതേ ഒരു ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ്. അതിന്റെ തെക്കേ മൂലയില് ഓടുമേഞ്ഞൊരു വീടുണ്ട്. അതിനുള്ളിൽ ഭർത്താവിനോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ഒരു പെണ്ണുണ്ട്, എന്റെ മൂത്ത മോള് ജയശ്രീ. അവരുടെ മുറിയിലെ കണ്ണാടി പതിച്ച ഒരു അലമാരയുണ്ട്. അതിൽ 22 പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ആ അലമാരയുടെ താക്കോൽ അവരുടെ തലയണയ്ക്കടിയിലാണ്. ആ സ്വർണം എന്റെ മോളും ഭർത്താവും അറിയാതെ, ഭൂമിയിലൊരു പുൽക്കൊടി പോലും അറിയാതെ നിനക്കെന്റെ കൈകളിൽ എത്തിക്കാനാവോ? പതറയിലേ. എങ്കിലും മാഷേ, അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നതിലും ഭേദമല്ലേ ദിനേശ ഇത്? അവളുടെ കല്യാണത്തിന് 4 ആൾ കാണുക ഞാൻ കൊടുത്ത ആഭരണങ്ങൾ ആരും കാണാതെ ഞാൻ തിരിച്ചെടുക്കുന്നു. അതിന് നീ സഹായിക്കണം. ഗതികെട്ടവന്റെ വൃത്തികെട്ട അപേക്ഷയാണ്. നീ എന്നെ സഹായിക്കണം ദിനേശ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ദിനേശ, നീയും കൂടി എന്നെ കൈയൊഴിഞ്ഞാൽ ഈ വയസ്സം മാഷിനും കുടുംബത്തിനും ജീവിതം വിട്ട് ഓടേണ്ടി വരും. മാഷ് സമാധാനിക്കും. ഞാൻ തീരുമാനിച്ചു. മാഷുടെ കടങ്കഥയ്ക്ക് ഉത്തരം തേടി നമ്മൾ പോവുകയാണ്. ജയശ്രീയുടെ ഭർതൃഗൃഹം, കണ്ണാടി പതിച്ച അലമാര, 22 പവൻ സ്വർണം. ആ, ഇതാണ് വീടല്ലേ? അതെ. ശരി, ഞാൻ മേൽക്കൂരയുടെ ഓട് പൊക്കി അകത്തേക്കിറങ്ങും. വാതിലുകളും ജനാലകളും പതുക്കെ തുറന്നിടും. മാഷ് ജയശ്രീയുടെ മുറിയുടെ ജനാലക്കരികിൽ പതുങ്ങിയിരുന്നോളൂ. ആഭരണങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഞാൻ ജനാലയിലൂടെ മാഷിന്റെ കയ്യിൽ തരും. പിന്നെ എന്നെ കാത്തു നിൽക്കണ്ട, മാഷിന് ഓടി രക്ഷപ്പെടാം. അപ്പൊ നീയോ? ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. അതൊന്നും മാഷ് നോക്കണ്ട. എങ്കിൽ എല്ലാം പറഞ്ഞ പോലെ ഒച്ചയും അനക്കവുമില്ലാതെ ഇതാ ഈ ജനാലയോട് ചേർന്ന് പതുങ്ങിയിരുന്നോളൂ. ഈശ്വര, എനിക്ക് മാപ്പ് തരണം. പ്രാരാബ്ദങ്ങൾ അശനിവാദം പോലെ തലേ പതിക്കുമ്പോ, രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞു പോകുമ്പോ, തെറ്റുകളിലേക്ക് നീളുന്ന വഴികൾ ഈശ്വര പൊറുക്കണേ. മാഷേ, എല്ലാം പറഞ്ഞ പോലെ തന്നെ ചെയ്തു. നിമിഷവേഗം കൊണ്ട് ഞാൻ ആഭരണങ്ങളെല്ലാം കവർന്നെടുത്തു. ഇതാ ഈ ജനാലയ്ക്കുള്ള കൈ നീട്ടു. ഇവിടെ ഇതാ ഇവിടെ. എല്ലാം ആവും. എനിക്ക് പുറത്ത് കിടക്കണം. അവരാരും ഉണർന്നിട്ടില്ല. മാഷ് വേഗം രക്ഷപ്പെട്ടോളൂ. എന്റെ മോള് ജയശ്രീ. ഓ, മാഷ് ഒന്ന് വേഗം പോടുണ്ടോ? ജയശ്രീയും ഭർത്താവും ഉറക്കത്തിൽ തന്നെയാണ്. ശരി. അയ്യോ, കള്ളൻ! അയ്യോ ചേട്ടാ, മതി എടുക്കണ. അവന്റെ മുഖത്തൊക്കെ ടോർച്ചടിച്ച് നോക്ക്. കാണട്ടെ കള്ളൻ. ഇത് കുമാരമാഷേ, നിന്റെ ഭാര്യയുടെ അച്ഛൻ, ജയശ്രീയുടെ അച്ഛൻ. പെൻഷൻ പറ്റിയപ്പോൾ മാഷ് കണ്ടുപിടിച്ച തൊഴിൽ കൊള്ളാം. അച്ഛാ, എന്തിനച്ഛത്? അവളെ തിരിച്ചു വാങ്ങി വീട്ടിലേക്ക് നടക്ക്. കള്ളന്റെ മോളെ കെട്ടി എന്നെ വേണം പറയാൻ. വാസുദേവ, പോലീസിനെ വിളിക്കണ്ട. കള്ളൻ എന്റെ അമ്മായിയപ്പനായി പോയില്ലേ?
അമ്മേ, നേരം പുലർന്നു വരുന്നു. എന്നിട്ടും അച്ഛൻ വന്നില്ലല്ലോ മോളെ. ദൈവമേ, എവിടെ പോയി ഈ മനുഷ്യൻ? ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. അച്ഛൻ വരുന്നതും കാത്ത്. ഞാനും വെറുതെ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. എനിക്ക് പേടിയാകുന്നു അമ്മേ. കാറ്റ് ശരിയാകാത്ത വിഷമത്തിൽ അച്ഛൻ എന്തെങ്കിലും. നീ നിന്റെ കരുതാക്കൊണ്ടൊന്നും പറയാതെ. ആശ്വാസമായി, അച്ഛൻ വന്നു തോന്നുന്നു. അമ്മേ, വേഗം വാതിൽ തുറക്ക്. കാശ് കിട്ടിയോ? ഈശ്വര, കാശ് കിട്ടിയാ മതിയായിരുന്നു. എന്താ അച്ഛാ? എവിടെയായിരുന്നു നിങ്ങള്? നോക്കുമോളെ, അച്ഛന്റെ മേലെ ആകെ ചോരപ്പാടുകൾ. എന്താ പറ്റിയത്? എന്താ പറ്റിയത്? അച്ഛന്റെ മേലാകെ മുഴുവൻ ചോരയാണല്ലോ. ആരും കരയരുത്. നിലവിളിച്ച് ആളെ കൂട്ടാനുള്ള നേരല്ലത്. പറയ, ഏതാപത്തിലാണ് നിങ്ങൾ ചെന്ന് പെട്ടത്? ഒന്നും വിശദീകരിക്കാൻ എനിക്കാവില്ല. ആപത്തും അപമാനവും ദാരിദ്ര്യം പിടിച്ചവന്റെ കൂടപ്പുറപ്പാണ് എന്നും. ഇനിയും നമ്മൾ അപമാനിക്കപ്പെട്ടേക്കാം, ആക്രമിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് വെളിച്ചാകുന്നതിന് മുമ്പ് കുമാരൻ മാഷും കുടുംബവും ഇവിടം വിട്ടു പോവുകയാണ്. അച്ഛൻ എന്തൊക്കെ ഭ്രാന്തായി പറയുന്നത്? ഒരു മഹാപരാധം ചെയ്തു പോയതുകൊണ്ട് ഈ അച്ഛന് ഭ്രാന്ത് പിടിച്ചു മോളെ. മഹാപരാധമോ? അതെ, സ്വന്തം മോളുടെ കല്യാണം വരുത്തി വെച്ച കടം വീട്ടാൻ അവളുടെ മണിയറയിൽ കടന്ന് വിവാഹാഭരണങ്ങൾ മോഷ്ടിക്കുന്ന ഏതെങ്കിലും അച്ഛനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? ഗതികേട് കൊണ്ട് ഈ അച്ഛൻ അത് ചെയ്യേണ്ടി വന്നു. എന്റെ ഈശ്വര, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ബാക്കി കേൾക്കാതിരിക്കുകയാണ് നല്ലത് മക്കളെ. എനിക്ക് എന്നോട് തന്നെ അറപ്പും പൂച്ചവും തോന്നുന്നു. കണ്ടോ, ചെയ്തുപോയ പാപത്തിന്റെ അടയാളം പോലെ എന്റെ ശരീരമാകെ മുറിവും ചോരയും. വയ്യ 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 വയ്യ. പുലർച്ചയിൽ വിയർത്തും കിതച്ചും മുഴുവൻ ചോരയുമായി ചുമരും ചാരി തളർന്നിരിക്കുന്ന അച്ഛനരികിൽ മനക്കണക്കുകളെല്ലാം തെറ്റി ശൂന്യമായ മനസ്സോടെ നിർവികാരിയായിരിക്കുന്ന അമ്മ. ഇതാ നേരം പുലർന്നു വരുന്നു. ഞങ്ങളുടെ മണ്ണും പുരയും അന്യാധീനമാകുന്ന ദിവസം പുലരുന്നു. അച്ഛൻ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾ ക്രൂരമായി പരിഹസിക്കപ്പെടുന്ന ദിവസം പുലരുകയാണ്. വേട്ടക്കാർ വരും മുമ്പേ രക്ഷപ്പെടുകയല്ലേ വേണ്ടത്? പക്ഷേ എങ്ങോട്ടാണ് രക്ഷപ്പെടുക? എങ്ങോട്ടാണ് രക്ഷപ്പെടുക? ഞാൻ എന്തായി കേൾക്കുന്നത്? വേട്ടക്കാരുടെ വെടിയച്ചയല്ലേ കേൾക്കുന്നത്? വേട്ടമൃഗങ്ങളുടെ ദീനരോധനമല്ലേ കേൾക്കുന്നത്? അച്ഛാ, അമ്മേ, വേഗം തന്നെ നമുക്ക് പോണം, രക്ഷപ്പെടണം. നിങ്ങൾ എങ്ങനെ തളർന്നിരുന്നാലോ? പ്രിയ ശ്രോതാക്കളെ, കുമാരൻ മാഷുടെ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. പ്രധാന കഥാപാത്രം തളർന്നു പോയാൽ നാടകം പരാജയപ്പെടില്ലേ? കണ്ടോ, കുമാരൻ മാഷ് ഇവിടെ ആകെ തളർന്നിരിക്കുന്നു. ഇനി ഈ നാടകം ആടുന്നതിൽ എന്തർത്ഥം? പരാജയപ്പെട്ട ഒരു നാടകത്തിലെ നടന്മാർ വേദനയോടെ അരങ്ങൊഴിയും പോലെ കുമാരൻ മാഷും കുടുംബവും ഇതാ ഈ അരങ്ങൊഴിയുകയാണ്. അച്ഛാ, ആളുകൾ കൂടി വിളിക്കും മുമ്പേ, കല്ലെറിയും മുമ്പേ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം അച്ഛാ. ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കുന്നുണ്ടോ? അച്ഛനും അമ്മയും എന്താ ഒന്നും മിണ്ടാത്തത്? ഈ ജീവിത നാടകത്തിൽ നിന്ന്
പരിഹസിക്കപ്പെടും മുമ്പേ നമുക്ക് രക്ഷപ്പെടാം. മോളെ ജയന്തി, അച്ഛനും അമ്മയും തളർന്നുപോയി. നിനക്കെന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാനൊന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇരക്കാൻ ഒരു തകരപ്പാട്ട് പോലുമില്ലാതെ ഞാൻ നിങ്ങളുടെ കയ്യും പിടിച്ച് തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഒന്നും കൊള്ളാത്ത തകരപ്പാട്ട് പോലെ ആളുകൾ എന്നെയും നിങ്ങളെയും തട്ടിക്കളിക്കുമെന്നറിയാം. എങ്കിലും നേരം പുലരും മുമ്പേ, വേട്ടക്കാർ വന്നെത്തും മുമ്പേ തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് രക്ഷപ്പെടണ്ടേ? ഒരു വേട്ടക്കാരനും ഇല്ലാതെ മാറരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. വേട്ടക്കാർ വന്നെത്തും മുൻപേ നാടകം സമാപിക്കുന്നു. രചന എ. ശാന്തകുമാർ. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ചേമഞ്ചേരി നാരായണൻ നായർ, ഇ. കെ. പത്മനാഭൻ, രാജൻ ആദവനാട്, ടി. പുരുഷു, സാലി സെബാസ്റ്റ്യൻ, ജയമ്മ കുര്യൻ, ആർ. എം. വത്സല. സംവിധാനം വി. ചന്ദ്രബാബു.